നിരീശ്വരവാദിയാരും സുന്നിയാകരുതേ. അതൊന്ന് വെച്ചുകൊടുത്താ മനെ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അള്ളാഹ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മുന്നോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ഇത് പള്ളിയിലെ ഖുത്ബയാട്ടോ, ഒരു പള്ളിയിലെ ഖുത്ബയാണത്. ഇനിയോ മുസ്ലിമീങ്ങളെ, നിരീശ്വരവാദിയാലും സുന്നിയാകരുതെന്നല്ലേ പറഞ്ഞത്? അള്ളാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സുന്നിയാകാതിരിക്കലാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അള്ളാഹ് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത വ്യക്തി ആരാണ്? ആരാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു തആല കൊടുത്തത്? ആർക്കാ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിനും തർക്കമില്ല ആ റസൂലുള്ള സുന്നിയാണെന്ന്. ഇതേ മൗലവിയുടെ നാവ് കൊണ്ടൊന്ന് പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് യഹൂദിയുടെ ചാരന്മാരല്ലേ? റസൂലുള്ള സുന്നിയാണെന്നവർ പറയുന്നു. അള്ളാഹ് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യൽ സുന്നിയാകാതിരിക്കലാണെന്നും പറയുന്നു. അപ്പോ റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ? ഞാനിത് പല സ്റ്റേജിലും ഇട്ടങ്ങ്